ചാപ്റ്റർ 1-ലെ രാമാനുജൻസ് മെത്തേഡാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ രാമാനുജൻസ് മെത്തേഡ് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് എക്സിന് ചിലപ്പോൾ എത്ര ഇക്വേഷൻ ഉണ്ടാവും, എത്ര സൊല്യൂഷൻ ഉണ്ടാവാം? ചിലപ്പോൾ 1 ഉണ്ടാവും, ചിലപ്പോൾ 2 ഉണ്ടാവും, കുറേ ഉണ്ടാവാം. അങ്ങനെ കിട്ടുന്ന സൊല്യൂഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒരു ആരോഹണ ക്രമത്തിൽ വേണമെങ്കിൽ എഴുതാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഇതിന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ചിലപ്പോൾ ഒരുപാട് റൂട്ടുകൾ ഉണ്ടാവാം. അതിൽ ഏറ്റവും ചെറിയ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ് ആര് പറയുന്നത്? രാമാനുജൻസ് മെത്തേഡ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ഇക്വേഷൻ ആണ് നമുക്കിത് ഫംഗ്ഷനെ യൂസ് ചെയ്യാൻ ചോദിക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്ര. ഈ ഫോമിലുള്ള ഫംഗ്ഷനുകൾ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഫോം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. ഫംഗ്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും ചെറിയ റൂട്ട് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷൻ എന്ത് രൂപത്തിലായിരിക്കണം? 1 മൈനസ് a1x പ്ലസ് a2x സ്ക്വയർ ആ രൂപത്തിലായിരിക്കണം. ഇപ്പൊ ഒരു എക്സ് എന്ന് പറയുന്ന ആള്, if x is small enough, നമുക്ക് 1 മൈനസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന ആളുടെ ഓൾ ടു ദ പവർ -1 എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതിയെടുക്കാം. 1 മൈനസ് എക്സ് ഓൾ ടു ദ പവർ -1 എന്ന് പറഞ്ഞ രൂപത്തിലാണെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടും? b1 പ്ലസ് b2x പ്ലസ് b3 x സ്ക്വയർ പ്ലസ് എക്സെട്ര. ഈ ഫോമിൽ എഴുതി കൂടെ? ബൈനോമിയൽ എക്സ്പാൻഷൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ തിയറി പാർട്ടാ പറയുന്നത്. നമുക്ക് എന്തൊക്കെ കിട്ടുക? ഇതിന്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുത്ത് നമുക്ക് എന്താ കിട്ടുക? 1 പ്ലസ് a1 x പ്ലസ് a2 x പ്ലസ് എക്സെട്ര പ്ലസ്, അപ്പൊ എന്ത് ടേം കഴിഞ്ഞു? 1 കഴിയും, പിന്നെന്ത് വന്നു? സിംഗിൾ പവറിന്റെ ടേം കഴിഞ്ഞു. അത് കഴിഞ്ഞ അടുത്തെന്ത് വരും? സ്ക്വയർ പവറിന്റെ ആണ് വരേണ്ടത് അല്ലേ? അപ്പൊ a1 x പ്ലസ് a2 x സ്ക്വയർ പ്ലസ് a3 x ക്യൂബ് പ്ലസ് എക്സെട്ര സ്ക്വയർ. അപ്പൊ അടുത്ത ടൈം എന്താ? a1 x പ്ലസ് a2 x സ്ക്വയർ പ്ലസ് എക്സെട്ര ഓൾ ടു ദ പവർ 3 പ്ലസ് എക്സെട്ര. ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഓട്ടോമാറ്റിക് നമ്മൾ എന്താ എടുത്ത് വെച്ചിരിക്കുന്നത്? ഈക്വൽ ടു, this is equal to എന്താണ്? b1 പ്ലസ് b2 x പ്ലസ് b3 x സ്ക്വയർ പ്ലസ് എക്സെട്ര. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലായിരുന്നു 1 പ്ലസ് a1 x പ്ലസ് a2 x പ്ലസ് a2x സ്ക്വയർ ഉണ്ടല്ലോ അവിടെ, വിട്ടുപോയിരുന്നു, പ്ലസ് എക്സെട്ര. അപ്പൊ ആദ്യത്തെ ടേം കഴിഞ്ഞു. അടുത്ത ടേം എഴുതുമ്പോൾ എന്തായിരിക്കും? a1 സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇത് പവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുനിന്ന് ഉണ്ടാവും കുറെ കോമ്പിനേഷൻസ് ഇനിയും വരും. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് വരും? a1 ക്യൂബ് എക്സ് ക്യൂബ് പ്ലസ് a2 ക്യൂബ് എക്സ് റൈസ് ടു 6 പ്ലസ് എക്സെട്ര. അപ്പൊ ഇവിടെ എന്ത് വരണം? ഇവിടെ 4 അല്ലേ വരേണ്ടത് അല്ലേ? ഈ രീതിയിൽ കുറെ പോവും. പിന്നെ എന്ത് വരും? ഇവിടുത്തെ സെക്ഷനിൽ വരികയാണെങ്കിൽ a1ന്റെ a2ന്റെ കോമ്പിനേഷനുള്ള ആൾക്കാർ വരും, a2ന്റെ a3യുടെ കോമ്പിനേഷൻ ആൾക്കാർ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ ഞാനിപ്പോൾ എല്ലാവരും എഴുതുന്നില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ എന്ത് ചെയ്തിരിക്കുന്നു? എഴുതി വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പ്ലസ് എക്സെട്ര
ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? b1 plus b2 x plus b3 x cube plus etc. ശരിയായോ? ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കോൺസ്റ്റന്റിനെ കോഎഫിഷ്യൻസിനൊക്കെ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. കമ്പയറിംഗ് കോഎഫിഷ്യൻസ് ഓഫ് കോൺസ്റ്റന്റ്. എന്താ കിട്ടുക? ഇവിടുത്തെ കോൺസ്റ്റന്റ് ഏതാ? b1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? b1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതേപോലെ നമ്മൾ അടുത്ത ആരെന്ത് ചെയ്യുന്നു? എക്സ് എന്ന് പറയുന്ന ആളുടെ കമ്പയർ ചെയ്യുന്നു. അപ്പൊ എക്സിന്റെ ഇവിടെ കിടക്കുന്നത് ആരാണ്? b2. ഇവിടെ കിടക്കുന്നത് ആരാണ്? a1. ഇനി b3യുടെ എക്സ് ക്യൂബിന് കൂടെ കിടക്കുന്നതാണ് a3. ഇവിടെ ക്യൂബിന് കൂടെ കിടക്കുന്ന ഇവിടെ ഒരു a3 ഉണ്ടാവും അല്ലേ? a3 എക്സ് ക്യൂബോടെ ഒരു ടേം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ആര് വന്നു? a3 വന്നു. ഏതാ? നമ്മൾ സ്ക്വയറിന്റെ ആണല്ലേ കമ്പയർ ചെയ്തോണ്ടിരിക്കുന്നത്. മാറിപ്പോയി, മൈ ബാഡ്. അപ്പോൾ ഇവിടെ എ സ്ക്വയർ വന്നു. ഇവിടെ എന്ത് വന്നു? a1 എന്ന് പറഞ്ഞിട്ട് വന്നു. ഇങ്ങനെ ഓരോന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സൊല്യൂഷനിലേക്ക് ജനറലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് റീറൈറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ a1നെ ഞാൻ ആദ്യം റീറൈറ്റ് ചെയ്യണു. a1 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. കുഴപ്പമുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു a1 ഇൻറ്റു b1 എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് a2 ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ആരാ കിടക്കുന്നത്? a1 ആണ് നമുക്കിവിടെ വന്ന് കിടക്കുന്നത്. സോറി, a1 സ്ക്വയർ. ഇവിടെ a1 സ്ക്വയർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ അതിനൊന്ന് ഭംഗിയാക്കി എഴുതുന്നു. a1 സ്ക്വയർ ഞാൻ എഴുതുന്നു. a1 ഇൻറ്റു a1 പ്ലസ് a2. ഇനി a1 എന്ന് പറയുന്ന ആൾ എന്തായിരുന്നു? അല്ലെങ്കിൽ a1 എന്ന് പറയുന്ന ആൾ എന്ത് വേണമെങ്കിൽ എഴുതാം? a1 ഇൻറ്റു b1 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. സോറി, a1 ഈക്വൽ ടു b2. ഈ ഭാഗം ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു a1ന് ഞാൻ a1 എന്ന് പറഞ്ഞിട്ട് എഴുതി. മറ്റേ a1ന് ഞാൻ എന്താക്കി എഴുതി? b2 എന്ന് പറഞ്ഞിട്ട് എഴുതി. കുഴപ്പമില്ലല്ലോ. അടുത്ത ഇനിയിപ്പോൾ ബാക്കി എന്താ ഉള്ളത്? ഒരു a2 ആണുള്ളത്. ആ a2നെ ഞാനിവിടെ എഴുതി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1 ഇട്ടു. അപ്പോൾ എന്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ a1 b2 പ്ലസ് a2 b1 കിട്ടിയോ? ഇപ്പം ഏകദേശം ഒരു ഫോർമുലയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നില്ലേ? അങ്ങനെ നമ്മൾ കുറച്ചെണ്ണം ട്രയൽ അടിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അത് എഴുതണമെങ്കിൽ കുറച്ച് പണിയായതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. അവസാനം നമുക്ക് ജനറലൈസ് ചെയ്യാൻ പോണത് bn is equal to an bn minus 1 പ്ലസ്, അപ്പോൾ അടുത്ത് എന്തായിരിക്കും? സോറി, an അല്ല a1 ആയിരുന്നു വേണ്ടത്. എഴുതി മാറിയതാണ്. a1 പേയുടെ ആദ്യത്തെ ടേം, ബിയുടെ n-1 ടേം. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? a2 bn-2 പ്ലസ് a3 bn-3. അങ്ങനെ എക്സെട്ര ലാസ്റ്റ് പോവാണെങ്കിൽ അവസാനത്തെ ടേം എന്തായിരിക്കും? an-1 b1. ഈ സാധനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓർത്ത് വെക്കേണ്ട ഫോർമാറ്റ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് കമ്പയർ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തിരിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ b1 b2 b3 എക്സെട്ര bn കണ്ടുപിടിക്കാനുള്ള ലൈനിലേക്ക് എത്തിയല്ലോ. ഇങ്ങനെ ഇവരെല്ലാവരും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം b1 ബൈ b2 കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു സംതിങ് ഡെസിമൽ എന്തെങ്കിലും വാല്യൂ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ b2 ബൈ b3 കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? b3 ബൈ b4. അങ്ങനെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? bn ബൈ bn പ്ലസ് 1. അപ്പം ഇങ്ങനെ ഓരോ വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കും. ആ വാല്യൂ എവിടേക്ക് കൺവേർജ് ചെയ്യും? f of x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും ചെറിയ റൂട്ടിലേക്ക് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഇതാണ് ആര് പറഞ്ഞിരിക്കുന്നത്? രാമാനുജൻസ് മെത്തേഡിൽ രാമാനുജൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്കിത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഈ സാധനം നോട്ട് ചെയ്ത് വെക്കുക. bn എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്.
അത് വേണമെങ്കിൽ എന്തൊക്കെ എഴുതി വയ്ക്കാം, B1ഉം B2ഉം B3യും എഴുതിക്കോളൂ ഒരു ഭംഗിക്ക്, അതിനുശേഷം Bn എഴുതി വെച്ചോളൂ ഈ മെത്തേഡിനകത്ത്. Problem: find the smallest root of the equation f of x equal to x cube minus 6x square plus 11x minus 6 equal to 0. അപ്പോൾ ആദ്യത്തെ കൺഫ്യൂഷൻ വരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ രാമാനുജൻ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോമിൽ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് എഫ് ഓഫ് എക്സ് എന്ത് രൂപത്തിലായാൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ? 1 മൈനസ് a1 എക്സ് പ്ലസ് a2 എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര ഫോം ആക്കിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ആളെ അങ്ങനെ ആക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള എഫ് ഓഫ് എക്സിന് എടുത്ത് എഴുതുക. എന്താണ്? എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 11ax മൈനസ് 6 ഈക്വൽ ടു 0. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 6നെ അങ്ങോട്ട് കൊണ്ടുപോയി നോക്കാം. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 11x ഈക്വൽ ടു 6. ഇനി ത്രൂ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ മൈനസ് 11x divided by 6 equal to 1. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതണമെന്ന് മനസ്സിലായില്ലേ? ഇത് എഴുതുക, ഇയാളിനെ അങ്ങോട്ടാ കൊണ്ടുപോവുക. അപ്പോൾ 1 മൈനസ് എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ മൈനസ് 11x ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോമിലേക്ക് എത്തി. ശരിയായില്ലേ? പ്ലസ് മൈനസ് മാറിപ്പോയിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു ബ്രാക്കറ്റിന്റെ പ്രശ്നം കഴിഞ്ഞില്ലേ? പ്ലസ് 11 ആയിരുന്നു അല്ലേ? ഓക്കെ, ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ പ്ലസും മൈനസും മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും കറക്റ്റ് ഫോമിലേക്ക് എത്തിയിട്ടില്ല. കാരണം എന്താണ്? a1 എക്സ് a2 എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറ്റണം. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലേക്കായിട്ട് മാറ്റാം. ആദ്യം എക്സിന്റെ ടൈം, അതായത് 11x, അത് കഴിഞ്ഞ് എന്താണ്? എക്സ് സ്ക്വയർ ടൈം, അതായത് മൈനസ് 6x സ്ക്വയർ. അടുത്തെന്താണ്? പ്ലസ് എക്സ് ക്യൂബ് ഓൾ ഡിവൈഡ് ബൈ 6. ഇപ്പോഴാണ് ഫോം അങ്ങോട്ട് കറക്റ്റ് ആയത്. ഈക്വൽ ടു, ഞാനിവിടെ എന്താ എഴുതിയിട്ടുണ്ടായിരുന്നത്? സോറി, കറക്റ്റ് തന്നെയാണ്. ശരിയായില്ലേ? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മൾ അടുത്ത് എന്താ എഴുതുക? 1 മൈനസ് 11x മൈനസ് 6x സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 6. നമ്മുടെ തിയറി പാർട്ടി പറഞ്ഞ പോലെ നോക്കുവാണെങ്കിൽ ഓൾ ടു ദ പവർ മൈനസ് 1 ഈക്വൽ ടു b1 പ്ലസ് b2x പ്ലസ് b3x സ്ക്വയർ പ്ലസ് എക്സെട്ര. ശരിയല്ലേ? ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, a1 എന്താണ്, a2 എന്താണ്, a3 എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി നോക്കാം. അപ്പൊ a1 എന്ന് പറഞ്ഞ ആൾ ആരാ? ഇവിടെ നോക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് എന്ന് പറഞ്ഞ ഫോമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ x1ന്റെ കോവിഷ്യന്റ്, എക്സിന്റെ കോവിഷ്യന്റ് ആരാണോ അയാളാണ് ആര്? a1. അപ്പൊ a1 ആരാ? 11 ആണോ? 11/6. a2 എന്ന് പറയുന്ന ആളാരാ? മൈനസ് 6/6. എന്താണ്? -1. അപ്പോ a3 ആരാണ്? 1/6. ശരിയല്ലേ? അങ്ങനെ നമുക്ക് കുറെ ആൾക്കാരെ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താണ്? a4, a5 എക്സെട്ര an ആരാണ്? ഒക്കെ എന്താണ്? 0 ആണ്. ശരിയായില്ലേ? അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി അടുത്ത വിഷയം നമുക്ക് തുടങ്ങാം. ഇനി അതിനൊക്കെ നമുക്ക് അറിയേണ്ടത്, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? bn ഡിവൈഡ് ബൈ bn പ്ലസ് 1നെ കമ്പയർ ചെയ്യാന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. അപ്പൊ b1 ആരാ നമുക്ക് കണ്ടുപിടിക്കണം. b1 ആരാ?
B1 എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ. ഇനി B2 ആരാ? B2 എന്ന് പറയുന്ന ആള് A1 which is equal to A1 B1 അല്ലേ? അതെന്ന് പറഞ്ഞാൽ ആരാണ്? A1 എന്ന് പറഞ്ഞാൽ 11/6. B3 എന്ന് പറയുന്ന ആൾ ആരാ? A1 സ്ക്വയർ പ്ലസ് A2, അതായത് A1 B2 പ്ലസ് A2 B1. അതെന്ന് പറഞ്ഞപ്പോ ആരാണ്? A1 ആരാണ്? എപ്പോഴും ഈ ഫോർമുല ഉപയോഗിക്കാനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുക. ഈ സാധനങ്ങൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റിക്കൊള്ളുന്നില്ല ഹയർ ആയിട്ട് പോകുമ്പോൾ. അപ്പൊ A1ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 11/6. B2ന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 11/6. ശരിയല്ലേ? പ്ലസ് A2ന്റെ വാല്യൂ -1 ഇൻറ്റു B1ന്റെ വാല്യൂ. B1 1 അല്ലേ? സിംപ്ലിഫൈ ചെയ്തിട്ട് എന്താ കിട്ടണമെങ്കിൽ ചെയ്തു? അപ്പോൾ B1 B2 B3 കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? B1/B2 കണ്ടു, ദാറ്റ് ഈസ് 0.54545. B2/B3 കണ്ടു, അതിങ്ങനെയും കിട്ടി. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ എന്തുണ്ട്? അത്യാവശ്യം നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ ഇത്ര പേരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനി അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ഇനി B3/B4 ആണ് കാണേണ്ടത്. അത് B4 നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കിനി ഇവിടെ എന്ത് ചെയ്യാം? B4 കണ്ടുപിടിക്കുക. അപ്പോൾ B4 എന്ന് പറഞ്ഞ ആളപ്പം എന്താണ്? BN ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ A1 B3 പ്ലസ് A2 B2 പ്ലസ് A3 B1, അതായത് 11/6 ഇൻറ്റു 85/36 പ്ലസ് -1 ഇൻറ്റു 11/6 പ്ലസ് 1/6 into 1 which is equal to 575/216. അപ്പൊ നമുക്ക് B4 എന്ന് പറയുന്ന ആളെ ഇങ്ങനെ കിട്ടി സ്ഥിതിക്ക് ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടി വരിക? B3/B4 കണ്ടുവെക്കുക. എന്താ കിട്ടുന്നത്? 0.886955. അപ്പോൾ 7 ഇവിടെ വന്നു, ഇവിടെ 8 ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഡേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ഇനി ഒന്നും കൂടി കൺവേർ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? B4/B5 കണ്ടുപിടിക്കേണ്ടി വരും. അതിനുവേണ്ടി B5 കണ്ടുപിടിക്കാം. അപ്പൊ BNന്റെ ജനറൽ ഫോമിലേക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? A1 B4 പ്ലസ് A2 B3 പ്ലസ് A3 B2 പ്ലസ് അടുത്തെന്താണ്? A4 B1. അതിന്റെ വാല്യൂ ഒന്ന് കണ്ടിട്ട് പറയൂ. A1 എന്ന് പറയുമ്പോൾ 11/6 ഇൻറ്റു B4 എന്ന് പറയുമ്പോൾ 576/216 പ്ലസ് A2 എന്ന് പറയുന്ന സമയത്ത് -1, അത് കഴിഞ്ഞാൽ B3 എന്ന് പറയണത് 85/36 പ്ലസ് A3 എന്ന് പറയണത് 11/6 ഇൻറ്റു B2 എന്ന് പറയണത് 11/6 പ്ലസ് A4 എന്ന് പറയുന്നത് 0 ഇൻറ്റു B1 എന്ന് പറയുന്നത് 1. അപ്പം എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ 3661 ഡിവൈഡഡ് ബൈ 1296. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? B4/B5 നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0.9423
6 5 4 4 വർദ്ധിച്ചപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് നോക്കുമ്പോൾ 8 വന്നു, ഇവിടെ 9 വന്നു. അപ്പൊ ഇനിയും കുറച്ചും കൂടെ ഒക്കെ എന്ത് ചെയ്യാനുണ്ട്, കൺവേർജ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം മനസ്സിലായി. വീണ്ടും നമ്മൾ അടുത്ത് എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു, B6 നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ B6 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, A1 B5 പ്ലസ് A2 B4 പ്ലസ് A3 B3 പ്ലസ് A4 B4 പ്ലസ് A5 ഇവിടെ B2 അല്ലേ വേണ്ടേ, ഓക്കെ. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് ഈ രണ്ട് ടേമിനും പ്രസക്തി ഇല്ല, കാരണം A4ഉം A5 ഒക്കെ എന്താണ്, 0 ആണ്. അപ്പൊ അതൊക്കെ കൊടുത്തിട്ട് ബാക്കി എന്താ വാല്യൂ കിട്ടുക എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുവാണെങ്കിൽ 22,631 ഹരിക്കണം 7,776 അങ്ങനെ കിട്ടും. അപ്പൊ സൊല്യൂഷൻ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, B5/B6 ഒന്ന് കണ്ടുവെക്കുക. അപ്പൊ കണ്ടുവെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.9706155. ഇപ്പൊ നമുക്ക് എത്ര ഡിജിറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടി, ഓരോ ഡിജിറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടി ഡെസിമലിന് ശേഷം, ശരിയല്ലേ? സാധാരണ നമ്മൾ എപ്പോഴാണ് നിർത്തുക, 3 ഡിജിറ്റ് ശരിയായി വരുന്ന സമയത്താണ് നമ്മൾ നിർത്തുക. പിന്നെ പ്രോബ്ലത്തിന്റെ മാർക്കൊക്കെ അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, ബാക്കി ഡീൽ ചെയ്യാൻ. അപ്പോൾ 3 ഡിജിറ്റ് വരെ കറക്റ്റ് ആവണം. പക്ഷെ ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ 22,000 വരെയൊക്കെ എത്തി. പിന്നെയും വലിയ വലിയ വാല്യൂലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തൽക്കാലം എന്ത് ചെയ്യാണ്, ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ജനറലി നമ്മൾ എന്ത് ചെയ്യണം, 3 ഡെസിമൽ വരെ പോകണം. അപ്പൊ നമുക്ക് കിട്ടിയപ്പോ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാണ്, 0.97 വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് അപ്രോക്സിമേറ്റ്ലി എങ്ങോട്ടത് പോവുക, 1ലേക്കായിരിക്കും പോവുക. അപ്പൊ അതിന്റെ ഏറ്റവും ചെറിയ റൂട്ട് എത്രയായിരിക്കും, 1 ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യാം ഈ സിറ്റുവേഷൻ ആയതുകൊണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഒരു P5/B6 വരെയൊക്കെ തന്നെ ചെയ്യാറുള്ളൂ പരീക്ഷയ്ക്ക്, അതിലപ്പുറത്തേക്കൊന്നും എന്ത് ചെയ്യാറില്ല, സാധാരണഗതിയിൽ പോകാറില്ല. അപ്പൊ അത് വെച്ചിട്ട് ട്രിവിയൽ വളരെ പോയിന്റിലേക്ക് വ്യത്യാസമുള്ള ആക്ച്വൽ റൂട്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അങ്ങനെ തന്നെ ഇട്ടേക്കുക. ഇപ്പൊ ചിലപ്പോൾ നല്ല വ്യത്യാസമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കിട്ടിയ ആൻസർ മാത്രം എന്ത് ചെയ്യുക, എഴുതി വെക്കുക കേട്ടോ. അപ്പൊ തൽക്കാലം നമുക്ക് ഈ പ്രോബ്ലം വൈൻഡപ്പ് ചെയ്യാം.